ഹലോ ഫ്രണ്ട്സ്, ബ്യൂട്ടി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഹെയർ സിറമാണ്. നമ്മുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ സിറമാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തംബ്നെയിൽ നിങ്ങൾ കണ്ട് തേയിലപ്പൊടിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. തേയിലപ്പൊടി മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു സിറം നിങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ആദ്യം തന്നെ നോക്കാം. നിങ്ങളുടെ ഹെയർ നല്ല പോലെ തിക്കായിട്ട് ഗ്രോത്ത് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു സിറം ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറേ നാളുകളായിട്ട് മുടി വളരുന്നില്ല, മുടിക്ക് നീളം വെക്കുന്നില്ല എന്നുള്ളവരൊക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സിറമാണിത്. ആഴ്ചയിൽ 2 തവണ മാത്രം നിങ്ങൾ ഈ ഒരു സിറം യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് തന്നെ നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ ഒരു സിറം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം മതി. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തേയിലപ്പൊടി ഇത് ഞാൻ വലിയ സ്പൂണായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ സാധാരണ സ്പൂണിൽ ഒരു 1-1.5 ടീസ്പൂൺ അളവിൽ ഉണ്ട് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പൂണോ അല്ലെ 2 സ്പൂണോ തേയില ഉപയോഗിക്കാം. നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്തും തിക്കും ഒക്കെ അനുസരിച്ചിട്ട് അത്രയും മതിയാവും. അപ്പോൾ ഈ ഒരു തേയില നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഹെയർ നന്നായിട്ട് സിൽക്കി ആവാനായിട്ടും നല്ല സോഫ്റ്റ് ആവാനായിട്ടും ഒക്കെ ഈ തേയില നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു തേയില നല്ലപോലെ ഒരു 2-3 മിനിറ്റ് തിളച്ച് വരണം. തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടാമതായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് സവാളയാണ്. സവാള നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരിച്ചൊന്നും എടുത്തിട്ടില്ല, അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടി നമുക്ക് ഇതിനെതിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള നമ്മുടെ ഹെയർ നല്ല പോലെ ഗ്രോത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ സവോള നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് തിക്കാവും, അതുപോലെ തന്നെ നല്ല പോലെ ലോങ് ആവും. നമ്മുടെ മുടി പൊഴിച്ചിലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും ഈ ഒരു സവോള നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ അടച്ച് വെച്ച് ഈ ഒരു വെള്ളം നന്നായിട്ട് കുറുകുന്നത് വരെ നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് വെറുതെ കരിഞ്ഞു പോകും. അങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് അടച്ച് വെച്ച് നല്ല പോലെ ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6-7 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ച് ഇത് കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്കിത് തീയെല്ലാം ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിവിടെ നമ്മുടെ സിറം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഡയറക്റ്റായിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 തവണ ഈ ഒരു സിറം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഇത് അഴുക്കായൊന്നും പോകത്തില്ല. അപ്പം നമ്മുടെ സ്കാൽപ്പിലോട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഇത് തലയിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.